പക്ഷിസങ്കേതത്തിൽ നിന്ന് കൂട്ടം തെറ്റി വന്ന ഏതോ ഒരു വേളിക്കൊക്ക. ഞാൻ വേളിക്കൊക്കും കാക്കയൊന്നുമല്ല. എന്നെ മനസ്സിലായില്ല? ഇല്ല. ഞാൻ കമ്പോസർ ഇളംകുളം. മക്കൾക്ക് മനസ്സിലായ കമ്പോസ്റ്റ് വളം. കമ്പോസ്റ്റ് വളം അല്ലെന്ന്, ഡാൻസ് കമ്പോസർ ഇളംകുളം. ഈ കൊച്ചിനെ ഡാൻസ് പഠിപ്പിക്കണമെന്നേ കൊച്ചിന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു. ആ ഡാൻസ് പഠിപ്പിക്കാൻ ആളാണ് ഞാൻ. ആരെങ്കിലും വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴേ ഇത്തിരി റെസ്പെക്ട് ഒക്കെ കൊടുക്കാം കേട്ടോ. എന്റെ അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞ വീട്ടിലേക്ക് ഗോസ്റ്റിനെ പറഞ്ഞു കൊടുത്ത കാര്യം അല്ലേ ഗോസ്റ്റ്? ചേട്ടാ, ഞാൻ വന്നപ്പം പോലെ കളവാ നിങ്ങൾ എന്നെ കയറി മാന്തുന്നുണ്ടോ? മര്യാദക്കിരുന്നല്ലേ എന്റെ തനി സ്വഭാവം നിങ്ങൾ അറിയും കേട്ടോ. ഞാൻ കഴിച്ചെടുക്കില്ലേ? ഞാൻ ആരെന്നറിയാമോ? അതിർത്തിയിൽ കാവൽ നിൽക്കുന്നവനാണ്. പട്ടാളക്കാരനായിരുന്നു പറയണ്ടേ? ഇത് പട്ടാളക്കാരനൊന്നുമില്ല. അപ്പുറത്തെ വീട്ടിലെ പിള്ളേര് മാങ്ങ പറിക്കാതിരിക്കാൻ വേണ്ടിട്ട് വീട്ടിന്റെ അതിർത്തി കയറി മയിൽക്കൂറ്റി പോലെ കയറി അങ്ങ് നിൽക്കും. ഓ, അപ്പൊ മാമ്പഴത്തിന് കാവൽ നിൽക്കുന്ന മലയണ്ണ. അല്ല, എനിക്ക് ഈ കൊച്ചിനെ ഡാൻസ് പഠിപ്പിക്കണമെങ്കിൽ ആഴ്ചയിൽ 5000 രൂപ വെച്ച് എനിക്ക് ഫീസ് തന്നേ പറ്റൂ. 2 വർഷത്തെ ഫീസ് ഉണ്ടെങ്കിലേ ഞാൻ എന്റെ കൊച്ചിനെ എൻട്രൻസ് എഴുതിയിട്ട് MBBS വഴി അങ്ങ് ഡോക്ടർ ആക്കിയാനാ. മനസാക്ഷി വേണോടാ. എന്നാ ഞാൻ പോകുമ്പോ എനിക്ക് ഇച്ചിരി മനസാക്ഷി പുതുങ്ങി തരണേ. എന്റെ പിള്ളേർ വിശക്കുമ്പോ മനസാക്ഷി പുഴുങ്ങി കൊടുക്കാം. മനുഷ്യ, എനിക്ക് ചിലപ്പം എനിക്ക് കുടുംബമൊക്കെ ഉണ്ട്, എനിക്ക് ജീവിക്കണ്ടേ. മാത്രമല്ല ഈ സിനിമാറ്റിക് ഡാൻസ് എന്ന് പറഞ്ഞാലേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാര സംഭവമല്ല. ഇത് പഠിക്കണമെങ്കിൽ ഒരുപാട് ചെലവുണ്ട്. മാത്രമല്ല അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് പഠിക്കാനും പറ്റത്തില്ല. നീ ഇങ്ങോട്ട് കൂടുതൽ ഉണ്ടാക്കണ്ട. ഞാനേ പഴയ അക്രോബറ്റിക്കാരനാ. എനിക്ക് കണ്ടപ്പോഴേ തോന്നി പഴയ ആക്രി വർക്കുകാരൻ. ആക്രി വർക്കാരനല്ല, അക്രോബറ്റിക് ഡാൻസുകാരനാണെന്ന്. ഈ തള്ളിയ കണ്ണും വെച്ചു. അത് ചില സമയത്ത് എനിക്ക് വികാരം വരുമ്പോഴേ ഇത് ചോദിക്കാതെ തള്ളി വരും. കയറി ഭാഗത്തോട്ട്. ഞാൻ ഈ തറയിൽ ഒരു കുതിപ്പ് കുതിച്ചിട്ട് അങ്ങ് മേളിൽ ചെന്നാട്ടല്ലോ 1.5 മിനിറ്റ് നിന്ന് കറങ്ങും. അറിയാവോ? ഈ അടുത്ത കാലത്ത് പഞ്ചായത്ത് മേളയ്ക്ക് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഒരു കുതിപ്പ് ഞാനങ്ങ് കുതിച്ച് 1.5 മണിക്കൂറാണ് ഞാൻ മേളിൽ നിന്ന് കറങ്ങിയത്. പിന്നെ എങ്ങനെ താഴെ ഇറങ്ങി? അവസാനം ഫാന്റെ സ്വിച്ച് ഓഫ് ചെയ്ത് കമ്പിന് കുത്തി താഴെ ഇട്ടു അപ്പൂപ്പനെ. കിടന്ന് കറങ്ങി വരുന്നില്ലയോ? പിന്നെ എനിക്ക് ഈ സിനിമാറ്റിക് ഡാൻസ് ഒക്കെ അറിയാം. പക്ഷെ ഞാൻ ചെറുപ്പം മുതലേ ആഗ്രഹിക്കുന്നതാണ് ഈ ആക്രോബാറ്റിക്കും കൂടെ പഠിച്ചാൽ കൊള്ളാവുന്ന. അത് പഠിക്കണമെങ്കിൽ മെയ്യിന് നല്ല വഴക്കം വേണം. മെയ് വഴങ്ങണം. അപ്പൊ ഈ മെയ് ഒന്ന് വഴക്കിയെടുക്കാനായിട്ട് എന്ത് ചെയ്യണം? ഇതിട്ട് തിരുമ്മിയാ മതി. നിങ്ങളുടെ മുതുകിട്ട് തിരുമ്മിയാൽ എന്റെ മെയ് വഴങ്ങും. അതല്ലെന്ന്, ഈ എണ്ണയിട്ട് തിരുമ്മിയാ മതിയെന്ന്. ഇതിട്ട് തിരുമ്മിയാൽ വഴങ്ങുമോ? വഴങ്ങും, തിരിയും, ഒടിയും, പെനയും എല്ലാം ചെയ്യും. എന്തോ തെളിവെന്തോ? ഇതിട്ട് തിരുമ്മിയാൽ വളയുന്നുള്ളതിന് തെളിവെന്തോ? എടാ, എന്റെ വീട്ടിലെ വാർക്കം പഠിക്കേ 32 ഇഞ്ചിന്റെ കമ്പി ഈ എണ്ണയിട്ട് തടവിട്ടാ വളഞ്ഞു വന്നത്. അറിയാവോ? ഇത് ആര് പഠിപ്പിച്ച്? ആശായി. എന്റെ ദൈവമേ, ഈ വന്ന കാലത്ത് കള്ളം പഠിപ്പിക്കുന്ന ആശാന്മാരുണ്ട്. അങ്ങനെ സംസാരിക്കാ ചേട്ടാ. എടാ, എനിക്ക് ഒരുപാട് ടെക്നിക്ക് അറിയാം. എന്തോ ടെക്നിക്ക്? നീ മുടി ചീപ്പുന്ന എങ്ങനെയാണ്? നിങ്ങൾക്ക് തെറ്റി. ഞാൻ മുടി ചീക്കാറില്ല. അതെന്ത് ചേട്ടാ? ചീപ്പ് അവനെ തെറി വിളിക്കും. മുടി ചീ കഴിഞ്ഞാൽ ഫിഗർ ഔട്ട് ആവുന്നതാണ് എന്റെ ഹെയർ ഡ്രസ്. നിന്റെ കേസ് ഇവിടെ. ഈ മനുഷ്യരെങ്ങനെയാണ് മുടി ചീപ്പ്? മനുഷ്യര് സാധാരണ കൈവച്ച് ഇങ്ങനെ ആണല്ലേ? ഞാൻ കാല് വെച്ചാണ് മുടി ചീപ്പ്. കള്ളത്തരം പറയും. നീ നടക്കുന്നത് എങ്ങനെയാണ്? ഞാൻ കാലം കൊണ്ട് ഇങ്ങനെ. ഞാൻ കൈവരൽ കുത്തിയാണ് നടക്കുന്നത്. കല്ലെന്ന് സത്യം. എടാ, ഞാനേ നിന്റെ ഈ സിനിമാറ്റിക് ഡാൻസ് എനിക്ക് നല്ലോണം അറിയാം. നല്ലോണം 2 സ്റ്റെപ്പ് കാണിച്ചു തരാം. അടുക്കള മുറ്റത്തോട്ട് ഇറങ്ങുന്നു. അതല്ലെന്ന്, സിനിമാറ്റിക് ഞാൻ ഡിസ്കോടെ 2 സ്റ്റെപ്പ് കാണിച്ചു തരാന്ന്. ഡിസ്കോ ഒക്കെ കാണിച്ചോ, പക്ഷെ ഡിസ്ക് തെറ്റി ഇവിടെ കിടക്കരുത്. അതൊന്നുമില്ല. അപ്പൊ അവിടുന്ന് ഡാൻസ് തുടങ്ങുമ്പോ പാട്ട് ഇടണം കേട്ടാ. ആക്ഷൻ കോമഡിയുടെ ആളാ. ഇട്ടോ. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി. ഇതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇതല്ലേ? ഇതൊക്കെ ഞാൻ സ്ഥിരമായിട്ടിരുന്ന പാട്ടില്ലേ? ഓ, മറ്റേ പാട്ട്. ഞാൻ ഇപ്പൊ ഇട്ടേരാം. DISCO 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 ഡിസ്കോ ഡിസ്കോ. DISCO 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 ഡിസ്കോ ഡിസ്കോ. സ്വർണ്ണത്താമരക്കിളിയേ തങ്കത്താഴിക കൂടവേ ഉള്ളിലാനന്ദത്തിൻ താളം. അയ്യോ അയ്യോ, ഊപ്പാടുന്നു മനുഷ്യൻ ഊപ്പാടുന്നേ. നിന്റെ ജീവിതം പോകും. അയ്യോ, അതെടുത്ത് കുടിച്ചോ. എന്തോന്ന് കോളേടായത്? നെഞ്ച് ഭയങ്കര എരിച്ചിൽ. അത് കോള ജ്യൂസ് ഒന്നും അല്ലെന്ന്. പെട്രോൾ തീർന്ന് എന്റെ ബൈക്ക് വഴിക്കിരിക്കുക. തിരിച്ചു പോകുമ്പോ അതിനെ തൊഴിക്കാനായിട്ട് പെട്രോൾ വാങ്ങിച്ചു വെച്ചേ. ഞാനിപ്പോ എന്ത് ചെയ്യും? അപ്പൊ പെട്ടെന്ന് കുറച്ചു ദൂരം ഓട്. എന്തിന്? അപ്പൂപ്പന്റെ മൈലേജ് എത്രന്നറിയാലോ? മാറി ഞാൻ ഓടി എവിടെങ്കിലും മറിച്ചു വിടാ. എന്തോ ചെയ്യും? വീണാലും ഒന്നും പേടിക്കണ്ട. ചരിച്ചിട്ട് കിക്കറിന് 2 ചവിട്ടി ഔട്ടിട്ട് ഞാൻ എടുത്തോണ്ട് വന്നോളാം. കിക്കറിന് അടിച്ചെടുക്കാൻ ഞാന് ലംബോദരൻ എന്റെ പേര്, അല്ലാതെ ലാംബി സ്കൂട്ടർ എന്നല്ല. അയ്യോ, അടിപൊളി സാധനം ഇത്. ഡാമ് പൊട്ടി. അയ്യോ, ഡാമ് പൊട്ടിയേ. പിള്ളേരെ വിളിച്ചോണ്ടിറങ്ങി. ഡാമ്
പൊട്ടിയെന്ന് കൊച്ചു ഓട് കൊച്ചാ ഡാം പൊട്ടിയെന്ന് മുറിയിൽ 16 കളറടിച്ചവനെ ആ ഡാം പൊട്ടിയതല്ല. എന്റെ കൊച്ചിനെ ശാസ്ത്രമേളയ്ക്ക് കൊണ്ടുപോകാൻ ഞാൻ ഉണ്ടാക്കി വെച്ച ഡാം നീ പൊട്ടിച്ചത്. ദൈവമേ, ഇനി എന്റെ ശാസ്ത്രമേളയ്ക്ക് എന്റെ കൊച്ചെങ്ങനെ സമ്മാനം മേടിക്കും? അണ്ണാ ഒന്നും പേടിക്കണ്ട, കൊച്ചിനെ ശാസ്ത്രമേളയ്ക്ക് സമ്മാനം കിട്ടിയാൽ മതിയല്ലോ. മതി. ഇത് ഇതുപോലെ അങ്ങോട്ട് കൊണ്ട് കാണിച്ചാൽ മതി, കൊച്ചിന് ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടും. എടാ കൊച്ചി ഇതിനെ ഇതുപോലെ കൊണ്ട് കാണിച്ചിട്ട് എന്തോന്ന് പറയും? ഒരു ഡാം പൊട്ടിക്കഴിഞ്ഞാൽ പരിസരത്തിനുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ കാണിക്കുന്ന മിനിയേച്ചർ അങ്ങനെ പറഞ്ഞാൽ മതി, ഫസ്റ്റ് പ്രൈസ് കിട്ടും. സേവ് ദ ഡാം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.